ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് ഹൽവ പൂരി തയ്യാറാക്കാം. വളരെയധികം രുചികരമായിട്ടുള്ളതും സ്പെഷ്യൽ ടൈമിലൊക്കെ തയ്യാറാക്കുന്നതുമായ ഹൽവ പൂരിയും പായസവുമാണ്. അതിനായിട്ട് പരിപ്പും കുറച്ച് തേങ്ങയുമാണ് ആവശ്യം. ഇത് ഫില്ല് ചെയ്താണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ ഹൽവ പൂരി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് അളവിൽ പരിപ്പാണ് ചേർക്കേണ്ടത്. ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം. സാമ്പാർ പരിപ്പാണ്. 250 ml കപ്പിൽ 1 കപ്പ് പരിപ്പ് എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം സിമ്മിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അധിക സമയമൊന്നും എടുക്കത്തില്ല. ഇത് കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പരിപ്പ്. വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് പരിപ്പ് വെന്തിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അരമുറി തേങ്ങ ചിരവിയതാണ് വേണ്ടത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/4 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോവരുതേ. 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പം ഈ ഒരു പാകത്തിന് വേണം ഇരിക്കാനായിട്ട്. നമ്മൾ ചമ്മന്തിക്കൊക്കെ അരച്ചെടുക്കത്തില്ലേ, ആ ഒരു പാകത്തിനിരിക്കണം. വെള്ളം കൂടി പോകരുതേ. ഈ ഒരു കൺസിസ്റ്റൻസി വേണേ നമുക്ക് കിട്ടാനായിട്ട്. ഒരുപാട് വെള്ളം കൂടി പോകാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മളിപ്പോൾ വേവിച്ചെടുത്ത പരിപ്പ് തണുത്തതിന് ശേഷം ഇട്ട് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ വേണേ ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച തേങ്ങയും അതുപോലെ തന്നെ അരച്ചെടുത്ത പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് പരിപ്പിന് 1 കപ്പ് പഞ്ചസാര എന്നുള്ള കണക്കിന് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണേ ഇത് നന്നായിട്ട് ഹൽവ പരുവത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതാണ് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഹൽവ ആയിട്ട് കിട്ടുന്നിടം വരെ നമ്മൾ നന്നായിട്ട് കൈ വിടാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമാകുന്നിടം വരെ കൈ വിടാതെ ഇളക്കി കൊടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇത് കുക്ക് ചെയ്തെടുക്കണേ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ നെയ്യിൽ വറുത്ത് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് കശകശയാണ്. നമ്മൾ ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന കശകശയില്ലേ, അത് 1 ടേബിൾ സ്പൂൺ അളവിൽ എടുത്ത് കഴുകിയെടുത്തിട്ട് അരിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. ഇത് പാനിൽ നിന്നും വിട്ട് വരുന്ന ഒരു പാകം വരെ ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകമാകുമ്പം നമ്മളിനി അടുത്തതിലേക്ക് പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 അടപ്പ് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഒരു പായസമാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് 1/2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇനി കഴുകിയെടുത്ത പച്ചരിയിലേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചരി നന്നായിട്ട് വെന്ത് കിട്ടാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ പച്ചരി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇത് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ മൈദ മാവ് എടുക്കാം. 2 കപ്പ് മൈദ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം. നമ്മൾ പൂരിക്ക് കുഴച്ചെടുക്കുകയല്ലേ, ആ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത്, സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പച്ചവെള്ളത്തിൽ തന്നെ നമുക്കിത് നന്നായിട്ട് പൂരിയുടെ പാകത്തിന് കുഴച്ചെടുക്കണം.
ഇതുപോലെ കയ്യിൽ ഇച്ചിരി ഓയിൽ തടവിയെടുത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ച് മയം വരാനായിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പച്ചരി ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതാണ് നമ്മൾ പായസത്തിന് ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റാണിത്. അപ്പോൾ ഇത് തരിതരിപ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കപ്പലണ്ടിയും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. അതൊന്ന് റോസ്റ്റായി വരുമ്പം അതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാവേ. പാലൊഴിച്ച് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നപ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ പച്ചരിച്ചോറ് അരച്ച് നല്ല പേസ്റ്റാക്കി വെച്ചിരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇത് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഉടച്ച് നന്നായിട്ട് കുറുകി ഒരു ക്രീം പരുവത്തിൽ കിട്ടുവേ. ഇതാണ് നമ്മൾ ഇതിൻ്റെ പായസമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് കഷ്കശ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കണം. കഷ്കശ കഴുകി എടുത്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി കറക്റ്റ് പാകത്തിന് വന്ന ശേഷം 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ 1 അടപ്പ് പൈനാപ്പിൾ എസൻസ് കൂടെ ചേർത്ത് കൊടുക്കണേ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൂരിക്കുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പൂരി തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് കുഴച്ച് വെച്ചിരുന്ന മാവിൽ നിന്നും പൂരിയുടെ വലിപ്പത്തിലുള്ള ഓരോ ഉരുളകളാക്കി എടുക്കാം. ഇനി നമുക്കിത് പൂരിയുടെ വലിപ്പത്തിൽ പരത്തിയെടുക്കാം. മൈദാമാവ് ഇട്ട് കൊടുത്ത് തന്നെയാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ പൂരിയുടെ വലിപ്പത്തിൽ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് നേരത്തെ പരിപ്പും തേങ്ങയൊക്കെ ഇട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹൽവ ഇതേപോലെ ഉരുളകളാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മടക്കിയെടുക്കാം. മടക്കിയെടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണേ. നന്നായിട്ട് പ്രസ് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ സൈഡ് വശം ഒന്ന് ചുരുട്ടി എടുത്താൽ മതി. ഇത് പൊട്ടിപ്പോകാത്ത രീതിയിൽ നന്നായിട്ട് ഇത് മടക്കിയെടുക്കണം. ഈ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത ശേഷം ഇതുപോലെ സൈഡ് വശം ഇങ്ങനെ മടക്കി കൊടുത്താൽ മതിയേ. അപ്പം നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്ത ഈ ഷേപ്പിൽ എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്ത ശേഷം നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇട്ട് കൊടുത്ത ശേഷം ഇതേപോലെ എണ്ണയൊന്ന് മുകളിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കണേ. എന്നാലേ ഉള്ളൂ നന്നായിട്ട് വീർത്ത് വന്ന് പൊങ്ങി വരുള്ളൂ. എന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത ശേഷം എല്ലാ സൈഡിലും ഇതേപോലെ എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഹൽവ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെയധികം രുചികരമായിട്ടുള്ള ഈ ഹൽവ പൂരി കഴിക്കുന്നതിനും ഒരു വ്യത്യാസമുണ്ട്. അതിനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ക്രീം പോലത്തെ പായസം എടുക്കാം. അതൊരു പ്ലേറ്റിലേക്ക് 2 തവി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഹൽവ പൂരി വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് കഴിക്കാനായിട്ട്. അപ്പോൾ വളരെ രുചികരമാണ്, നല്ല മധുരവുമാണ് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിച്ചെടുത്ത ശേഷം ഇതുപോലെ പായസത്തിൽ മുക്കിയെടുത്ത് വേണം നമ്മളിത് കഴിക്കാനായിട്ട്. വളരെയധികം രുചികരമായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.